നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി കൊള്ളാം. ചേച്ചി പെഴുന്നിട്ടേ ഉള്ളോ? ഞാൻ ഉണരുന്നത് ഈ സമയത്താണെന്ന് നീ അറിയാഞ്ഞിട്ടാണോ? എനിക്കുള്ള ചായയായിട്ട് റൂമിൽ വന്ന് എന്നെ ഉരുട്ടി ഉരുട്ടി വിളിക്കുന്നത് നീ മറന്നോ? എന്നിട്ട് ഞാൻ ഉണർന്നില്ലെങ്കിൽ ചായക്കപ്പ് ടേബിളിൽ വെച്ച് എന്റെ കവിളില് സ്നേഹത്തോടെ വന്ന് പിച്ചു. ശരിയല്ലേ? ശരിക്കും അപ്പൊ ഞാൻ ഉണർന്നിട്ടുണ്ടാവും. കള്ള ഉറക്കമാന്ന് നിനക്കും അറിയാം. അന്നേരം നിന്നെ ഞാൻ ബെഡിൽ വലിച്ചിട്ടിട്ട് കൂടെ കിടത്തു. അയ്യേ, എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? ഞാൻ ചായയുമായിട്ട് മുറി വരാഞ്ഞിട്ടാണോ? എനിക്ക് നാളെ തൊട്ട് ചേച്ചി എന്നെയായിരിക്കും കണി കാണാം. എന്റെ ദൈവമേ, ഇന്നലെ രാത്രി കഴിച്ചു കൂട്ടിയിട്ട് എന്നെ പേടിച്ച. എന്നെ കണി കണ്ട നല്ലതാണെന്ന് എല്ലാവരും പറയാറ്. നരേന്ദ്രൻ ചേട്ടന് എന്നും എന്നെ തന്നെ കണി കാണണം, അല്ലെങ്കിൽ നരേന്ദ്രൻ ചേട്ടന് കലി ഇളകും. അത് പേടിച്ച് ചായയുമായിട്ട് ഞാൻ ലച്ചുന്ന് വിളി കേൾക്കാൻ കാത്തു നിൽക്കും. ഉറങ്ങി ഉണരുമ്പോ അവള് പഴയ നിലയിൽ എത്തുമെന്ന് കരുതിയതൊക്കെ തെറ്റി. നീ എനിക്ക് ചായ ആയിട്ടൊന്നും വരണ്ട കേട്ടോ. ഞാൻ താഴെ വന്ന് എടുത്ത് കുടിക്കാറാ പതിവ്. ഒരു വീട്ടിലെ എല്ലാവരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു ചെയ്യുകയല്ലേ ആ വീട്ടിലെ മരുമോള് ചെയ്യേണ്ടത്. എനിക്കതിലൊന്നും ഒരു മടിയുമില്ല ചേച്ചി. ഞാൻ അങ്ങനെയൊക്കെ ചെയ്താലല്ലേ സഞ്ജുവേട്ടൻ എന്നോട് മതിപ്പുണ്ടാവുള്ളൂ. ലച്ചു എന്റെ ഭാര്യയാണെന്ന് സഞ്ജുവേട്ടൻ അഭിമാനത്തോടെ എല്ലാവരോടും പറയണം. അതാ എന്റെ പ്രാർത്ഥന. ചേച്ചിയുടെ ഭർത്താവ് വിദേശത്തല്ലേ? അവിടെ എന്താ ചെയ്യുന്നേ? എന്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനാ. ആ, സഞ്ജുവേട്ടനും ബിസിനസ്സുകാരനാ. ബിസിനസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ആ, പിന്നെ ചേച്ചി എന്താ ഭർത്താവിന്റെ കൂടെ പോവാത്തെ? ഈ സമയം ചേച്ചി ഭർത്താവിന്റെ കൂടെയല്ലേ കഴിയേണ്ടത്? അതിനുള്ള സാഹചര്യം ഒന്നും വരണ്ടേ? ആരും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളല്ലേ വന്നിരിക്കുന്നെ. എങ്കിലും ഭർത്താവിന്റെ വീട്ടിലല്ലേ ഭാര്യ നിൽക്കണ്ടേ? ചേച്ചി അച്ഛന്റെ അമ്മയുടെയും കൂടെയോ അല്ല. ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും പറയല്ലേ. ചേച്ചി ഇവിടെ ഉള്ളത് എനിക്കൊരു കൂട്ടല്ലേ. ഇന്നലെ എന്നെ സഞ്ജുവേട്ടന്റെ മുറിയിലേക്ക് അയക്കാൻ ചേച്ചി മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സഞ്ജു എന്തൊക്കെ പറഞ്ഞു? വിശേഷങ്ങളൊക്കെ കേക്കട്ടെ. അത് പിന്നെ സഞ്ജുവേട്ടന് വേണ്ടി എന്തൊക്കെയോ പൂജകൾ നടക്കുന്നുണ്ട്. അത് കഴിയാതെ ഒരു മുറിയിൽ ഞങ്ങൾ ഉറങ്ങിക്കൂടാ. അമ്മ വന്ന് അമ്മയുടെ മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയി. നിനക്ക് വിഷമം തോന്നിയില്ലേ? എന്തിന്? സഞ്ജുവേട്ടന് പ്രാണഭീതിയുണ്ട്. അതിനുവേണ്ടിയ പൂജ നടത്താനാ സഞ്ജുവേട്ടൻ ഞങ്ങളുടെ നാട്ടിൽ വന്നത്. അയ്യോ, സംസാരിച്ചിരുന്ന സമയം പോയി. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. കാവേരിയപ്പച്ച് മാത്രമേ ഉള്ളൂ അവിടെ. ചേച്ചിക്ക് ചായ ഊണുമുറിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ കാണാം. അവൾ ഈ വീടിന്റെ മരുമകളായി മാറിക്കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.